ഇതെന്താ മക്കളെ, വിഷു കഴിഞ്ഞിട്ട് നിങ്ങളുടെ പടക്ക കമ്പനി പൂട്ടിയില്ലേ? ഇല്ല അമ്മ, കുറച്ചുകൂടെ ഉണ്ട്. അതിപ്പോൾ പൊട്ടിച്ചാലോ? ഈ നട്ടുച്ചയ്ക്കാണോ പൊട്ടിക്കാൻ പോകുന്നത്? ഇരുട്ടുമ്പോൾ വേണം പൊട്ടിക്കാൻ, അപ്പോഴാണ് കാണുമ്പോൾ ഒരു ചന്തമുള്ളൂ, മനസ്സിലായോ? എനിക്ക് ഇരുട്ടുമ്പോൾ പൊട്ടിക്കാനുള്ള ക്ഷമയൊന്നും ഇല്ല. വാ, നമുക്ക് കുറച്ചിപ്പോൾ പോയി പൊട്ടിക്കടാ, എന്നിട്ട് ബാക്കി പിന്നെ രാത്രി പൊട്ടിക്കാം. എന്തോ ചെയ്യ്. പിന്നെ ഒരു കാര്യം, പടക്കമാണ് ശ്രദ്ധിച്ചിട്ട് പൊട്ടിച്ചില്ലെങ്കിൽ അപകടം വരുത്തും, മനസ്സിലായോ? പിന്നെ ഒരു കാര്യം പറയാം, ഇനി പടക്കം പൊട്ടിക്കാൻ പോകുമ്പോൾ രണ്ടാളും കൂടി അടി കൂടാൻ നിന്നാൽ നല്ല അടി കിട്ടും എൻ്റെ കയ്യിൽ നിന്ന്. രണ്ടാൾക്കും എൻ്റെ കയ്യിൽ നിന്ന് പടക്കം കിട്ടും മോന്തക്ക്, മനസ്സിലായോ? അതുകൊണ്ട് അടി കൂടാണ്ട് വക്കാണം കൂടാണ്ട് നല്ല രീതിക്ക് ഉള്ള പടക്കം രണ്ടാളും സമാസമം എടുത്ത് പൊട്ടിക്കുക, മനസ്സിലായോ? ആ, മടി കൂടില്ല. വാടാ, നമുക്ക് പോയി പൊട്ടിക്കാം. ഇപ്പം ഇങ്ങനെയൊക്കെ പറയും, സമ്മതം കിട്ടിക്കഴിഞ്ഞാൽ പടക്കം പൊട്ടിക്കാൻ തുടങ്ങിയാൽ രണ്ടാളുടെ തനി സ്വഭാവം പുറത്തിറക്കും. അപ്പോഴാണ് എൻ്റെ തനി സ്വഭാവം പുറത്തിറങ്ങാൻ പോകുന്നത്, മനസ്സിലാക്കിക്കോ. എടാ, പൊട്ടിക്കടാ പടക്കൊക്കെ. എന്തേ നീ പൊട്ടിക്കുന്നില്ലേ? നീയല്ലേ പറഞ്ഞു എനിക്ക് പൊട്ടിക്കണം, കുറേ എനിക്ക് വേണമെന്നൊക്കെ പേടിത്തൂറി. ശരി ശരി, നീ ഇപ്പോൾ പൊട്ടിക്ക്. നമ്മൾ ഈ പട്ടാപ്പകല് പടക്കം പൊട്ടിക്കുന്നത് കണ്ട ആളുകൾ വിചാരിക്കും വട്ടാണെന്ന്. നമ്മുടെ പടക്കം നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പൊട്ടിക്കുന്നു. നീ പൊട്ടിക്കടാ, ബാക്കി നമുക്ക് രാത്രി പൊട്ടിക്കാം. ശരി ശരി. വാവ്, അടിപൊളി. ഇതിപ്പോ പൊട്ടും. ഗുണ്ടാണ്, ഗുണ്ട്. നല്ല ശബ്ദം വരും, നീങ്ങി നിന്നോ അല്ലെങ്കിൽ കരിഞ്ഞു കിട്ടും. വാവ്, അടിപൊളി. വാന്ന് പറഞ്ഞ വായൊന്നും തുറക്കണ്ട, വായൻ്റെ ഉള്ളിക്ക് തീപ്പൊരി പോകും. ഇനി ആ റോക്കറ്റല്ലേ ഉള്ളൂ, അത് കത്തിക്കടാ. ഹോ, എല്ലാം അടിപൊളി. ബാ, ഇനി വീടിനകത്തേക്ക് കയറാ. എന്തൊരു ചൂടാ. അമ്മ, ഞങ്ങൾ രണ്ടുപേരും അടികൂടാണ്ട് പടക്കം പൊട്ടിച്ചു. ആ, നല്ല കുട്ടികൾ, അങ്ങനെ വേണം. അടികൂടാണ്ട് ഉള്ളത് രണ്ടുപേരും ഒരുപോലെ പങ്കിട്ടിട്ട് ഉപയോഗിക്കുക, മനസ്സിലായോ? ഇനി പുറത്തേക്ക് ഇറങ്ങണ്ട, ബാക്കിയുള്ള പടക്കം രാത്രി ടെറസിൻ്റെ മേലെ പോയിട്ട് നമുക്ക് പൊട്ടിക്കാം, ഓക്കെ? ആ, ശരി അമ്മ. അല്ല, രണ്ടാൾക്കും വിഷു കൈനീട്ട് എത്ര രൂപയായി? എനിക്ക് 250 രൂപയുടെ അടുത്ത് കിട്ടിയമ്മ. എനിക്കും 250 രൂപയുടെ അടുത്ത് കിട്ടിയമ്മ. ഇനി ആ കാശ് കൊണ്ട് മുഴുവനായിട്ട് മിഠായി വാങ്ങിച്ച് തീർക്കാൻ നിൽക്കരുത്. രണ്ടാൾക്കും 2 ഉന്തിയപ്പനി അമ്മ വാങ്ങിച്ച് തന്നിട്ടില്ലേ, അതിലിട്ട് ഇട്ടിട്ട് വെക്കുക, മനസ്സിലായോ? ആ, ഞാനങ്ങനെ ചെയ്യും. എന്നിട്ട് ഞാനൊരു സൈക്കിള് വാങ്ങിക്കും അമ്മ. ഞാനും വാങ്ങിക്കും അമ്മ ഒരു സൈക്കിള്. ആ, അങ്ങനെ നമുക്ക് സൈക്കിൾ വാങ്ങിക്കാം കേട്ടോ. ശരി, രണ്ടാളും പോയിട്ട് മുണ്ടാണ്ട് മുറിയിൽ പോയിരിക്കും. അല്ലെങ്കിൽ മിണ്ടാതെ രണ്ടാളും കളിക്കുക അവിടെ ഉള്ളിലിട്ടോ, പുറത്തേക്ക് പോവണ്ട. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.